ഒന്ന് ഉറങ്ങാനും സമ്മതിക്കൂല. എടാ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ വേഗം രാവിലെ ആവും, പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. ആ വരുന്നു, നീ പോയിക്കോ. വരാം. അവരും കൂടി വരട്ടെ. വന്നല്ലോ, വാടാ. നിങ്ങൾ പൊട്ടിച്ചോ? എനിക്ക് ഉറക്കം വരുന്നടി. ഞങ്ങള് നിന്നെ കത്തിക്ക, വേം വാ. ഓരോരുത്തർ വന്ന് കത്തിച്ചോ. കത്തിച്ചല്ലോ. ഷജിന് എന്നാടാ ഇത്, നീ കത്തിക്ക്. അച്ഛാ കത്തിച്ചോ. അടിപൊളിയല്ലേ? അച്ഛ, ഇനി നമുക്ക് പൊട്ടുന്ന കത്തിക്കാം. ഞാൻ പോയി എടുത്തുകൊണ്ടുവരാം. ഇത് ഞാൻ പൊട്ടിക്കേ, എല്ലാരും മാറിന്നോ. എല്ലാരും ചെയ്യ പൊത്തിക്കുക. ഹാവൂ, നീക്ക് പോയി കിടന്നുറങ്ങാലോ. എന്നാലും മിട്ടുമോക്ക് പടക്കം പൊട്ടിക്കാൻ പറ്റിയില്ലല്ലോ. അവൾ ഇന്നലെ രാത്രി മൊത്തം ഉറക്കം കഴിഞ്ഞിട്ടല്ലേ കൂർക്ക വലിച്ചുറങ്ങുന്നേ. അവളെ കൂടെ നമുക്ക് ഇന്ന് രാത്രി പൊട്ടിക്കാം. നമുക്കിന്ന് കൊറേ പൈസ കിട്ടിയില്ലേ ചേച്ചി? ശരിയാ, വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടി. ചേട്ടന് എത്ര കിട്ടി ചേട്ടാ? എന്ത്? ചേട്ടന് എത്ര കിട്ടി വിഷുക്കൈനീട്ടം? 1000 രൂപയ്ക്ക് കിട്ടി. എന്തേ? അയ്യേ, 1000 രൂപ കിട്ടിയുള്ളൂ. ഞങ്ങൾക്ക് കയ്യിലും കൂടുതൽ കിട്ടി. നിങ്ങക്ക് എത്ര കിട്ടിയേ? അത് പറയില്ല. എന്നിട്ട് ഞങ്ങൾ എടുത്ത് ചാമ്പി കൊണ്ടുപോകാനല്ലേ? എനിക്ക് നിങ്ങളെ പൈസ ഒന്നും വേണ്ടടോ. അല്ല, ചേട്ടൻ എന്താ ഈ ആലോചിക്കുന്നേ? ശരിയാ, ഞാനും കൊറേ നേരമായി നോക്കുന്നേ. കാര്യായിട്ടൊന്നും ആലോചിച്ചില്ല. അങ്ങനൊന്നല്ല, ചേട്ടൻ എന്തോ ആലോചിക്കുന്നുണ്ട്. എന്താ പറ. അല്ല മീരെ, ചിന്നു ഇന്നും വരാ പറഞ്ഞിട്ട് വന്നില്ലല്ലോ. അവക്ക് വരാൻ പറ്റൂലെന്ന് ഇന്നലെ പറഞ്ഞേ. അത് ഇന്നലെ അല്ലേ, ഇന്നെന്ത് പറ്റി? ചേട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട് ചേച്ചി. ചിന്നു ചേച്ചിക്ക് എന്താ പറ്റിയേ? നിങ്ങളിപ്പോ എല്ലാരും കൂടി എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? ഞാൻ നിങ്ങളെ പോലെ വീട്ടിലല്ലേ. അവള് നിന്റെ ഫ്രണ്ട് അല്ലേ, അപ്പൊ എന്താ കാര്യം പറഞ്ഞിണ്ടാവൂലേ? ഫ്രണ്ടൊക്കെ തന്നെയാ, അത് ഞാനും സമ്മതിച്ചു തരാം. പക്ഷെ അവൾ ഇന്നലെ മാത്രമേ എന്നെ വിളിച്ചുള്ളൂ, ഇന്ന് രാവിലെ മുതൽ എന്നെ വിളിച്ചിട്ടില്ല. അപ്പൊ എന്തോ പ്രശ്നല്ലേ? എനിക്കും തോന്നി ഇന്നലെ അവളെ വർത്താനൊക്കെ കേട്ടിട്ട്. എന്താ പ്രശ്നം? നമുക്കൊന്ന് പോയി നോക്കിയാലോ. എവിടെ പോയി നോക്കാൻ? ചിന്നുന്റെ വീട്ടില്. എന്ത് റിസ്ക്? ഇവള് നമ്മളെ രക്ഷിച്ചോളൂ. എടി, നീ അവളെ ഫ്രണ്ട് അല്ലേ, അപ്പൊ നിനക്ക് അവളെ വീട്ടിൽ പോകുന്നതിൽ പ്രശ്നമില്ലല്ലോ. അത് ശരിയാണ്. എന്തായാലും അവള് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഒന്ന് പോയി ചോദിച്ചു നോക്ക എന്താ പ്രശ്നം. ചോദിച്ചു നോക്കാം. എന്തായാലും നമുക്ക് പോവാല്ലേ? വീട്ടിലേക്കുള്ള വഴിയൊക്കെ നിനക്കറിയോ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ചേട്ടൻ വണ്ടി എടുക്ക് ചേട്ടാ. അല്ല, അമ്മയോട് അച്ഛനോട് എന്ത് പറയും? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പോയി റെഡി ആവ്. ശരി. അല്ല മീരെ, നിനക്ക് ഉറപ്പല്ലേ ഇതന്നെയാ വീട്? അവള് പറഞ്ഞത് വെച്ച് ഇതന്നെയാ ചേട്ടാ. എനിക്ക് തോന്നുന്നില്ല ഇതാ അവളെ വീട്. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചോദിച്ചു നോക്കാലോ. എന്തായാലും നടക്ക്. ചേട്ടാ തട്ടട്ടെ? മുട്ടി നോക്ക്. മതി മീരെ. മീരെ, നീ എന്താ ഇവിടെ? അപ്പത് നിന്റെ വീട് തന്നെയല്ലേ? എന്തേ? ഞങ്ങള് വിചാരിച്ചത് നിന്റെ വീട് ആയിരിക്കൂല. അല്ല, ഇതെന്താ എല്ലാരും കൂടി ഇങ്ങോട്ട്? നീയല്ലേ ഞങ്ങളോട് വിഷുവിന് വരാന്ന് പറഞ്ഞേ, എന്നിട്ട് പറ്റിച്ചില്ലേ? അപ്പൊ എന്താ കാരണം എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അത് പിന്നെ വരാൻ പറ്റിയില്ല. നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ? അകത്തുണ്ട്, വാ. വരാം, വാ ചേട്ടാ. വരുന്നു. അമ്മേ, ആരാ മോളെ വന്നേ? അതെന്റെ ഫ്രണ്ടാ. എവിടെ ഫ്രണ്ട്? മീര ഇങ്ങോട്ട് വാ. ഹായ് ആന്റി. ഹായ് അങ്കിൾ. ഹായ് മോളെ.
മനസ്സിലായില്ലല്ലോ. അമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ മീര, അവളാ. ഓ ആ ഇവള് പറഞ്ഞിട്ടുണ്ട്. അല്ല ഇതൊക്കെ ആരാ? ആ ഇതെന്റെ ബ്രദേഴ്സ് ആന്റി. ഇരിക്കി ഇരിക്കി മീരെ, ഇരിക്കി ചേട്ടാ. ആ ഇരിക്കാം. അല്ല നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ? ആ അങ്കിൾ ഞങ്ങൾ ഒരുമിച്ചാ പഠിക്കുന്നേ. നിങ്ങളൊക്കെ പേരെന്താ? ഞാൻ മോട്ടു. സജിൻ. അല്ല അങ്കിൾ നിങ്ങൾ എവിടെയോ പോവാന്നൊക്കെ പറഞ്ഞു, പോയില്ലേ? അത് പോവാൻ പറ്റിയില്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസലായി. അയ്യോ അതെന്ത് പറ്റി? എന്താണെന്നൊന്നും അറിയില്ല മോളെ, പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു. ഇനിയിപ്പോ ഒരു വഴിയില്ല ഞങ്ങൾ നോക്കിയിട്ട്. അല്ല ആന്റി, വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ. അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഓ അതിനെന്താ, ഞാൻ അവനെ വേണേ ഒന്ന് വിളിച്ച് സംസാരിക്കാം. പറ്റുന്നതിലും നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം. സമയമൊന്നും കഴിഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മോനൊന്ന് ട്രൈ ചെയ്യോ? ഓ അതിനെന്താ. താങ്ക്സ് മോനെ. ഓ അതൊന്നും കുഴപ്പമില്ല, ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം. ആ ഓക്കെ. ചിന്നു അവർക്ക് വീടൊക്കെ കാണിച്ചു കൊടുക്ക്. ആ അമ്മേ വാ മീരെ. ആ വരാ, വാ മീരെ ഇരിക്കി. എന്നാലും എന്റെ ചിന്നു, നിനക്ക് ഇത്രയും വലിയ വീടുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അതിന് നീ എന്റെ വീടിനെ പറ്റിയൊന്നും ചോദിക്കാറില്ലല്ലോ. അതും ശരിയാണ്. എന്നാലും എന്തൊരു അടിപൊളി വീടാ. നിനക്ക് ഇഷ്ടായോ? ഇഷ്ടായോന്നോ? ഇതൊക്കെ ഒരാളെ ഡ്രീം അല്ലേ മീരെ. പിന്നെ നീ ചേട്ടനോട് ഒരു താങ്ക് യു പറഞ്ഞേക്കണേ. അമ്മ അച്ഛനൊക്കെ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാ. ഞാൻ എന്തിനാ താങ്ക് യു പറയുന്നേ? നീ എന്നെ അങ്ങ് നേരിട്ട് പറഞ്ഞോ. ഞാനോ? നീ പറഞ്ഞാ മതി. നിനക്ക് പറഞ്ഞോ എന്താ? അല്ല ഒന്നുമില്ല, നീ എപ്പോഴും ചേട്ടനെ കാണുന്നതല്ലേ, അപ്പൊ പറഞ്ഞു. ഓ ചേട്ടനെ കാണാത്തതാണോ നിന്റെ പ്രശ്നം? ഞാൻ ഇപ്പൊ വിളിക്കാം. അയ്യോ വേണ്ട, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ വിളിക്കും. ചേച്ചി ആ വന്നല്ലോ. എടാ ചേട്ടനോടെ? ചേട്ടൻ ഇത്രയും നേരം എന്റെ ബാക്കിൽ ഉണ്ടായിരുന്നല്ലോ. ചേട്ടാ ഇങ്ങോട്ട് വന്നേ, ചേച്ചി വിളിക്കുന്നേ. ഇപ്പൊ വരും. എന്താ ചേച്ചി? ഒന്നുമില്ല, ചിന്നുനെ ചേട്ടനൊന്ന് കാണണമെന്ന്. ഞാനിപ്പോ പറഞ്ഞു, നീ പറഞ്ഞു. എന്താ മീരെ, എന്താ വിളിച്ചേ? അത് പിന്നെ ചേട്ടാ, ചിന്നുനെ ചേട്ടനോട് സംസാരിക്കണം. എന്നോടോ? എന്ത് സംസാരിക്കാൻ? അതൊന്നും എനിക്കറിയില്ല, ചേട്ടൻ അവളോടൊന്ന് ചോദിച്ചു നോക്ക്. എന്താന്ന് വെച്ചാ പറഞ്ഞോ. അത് പിന്നെ വാടാ മോട്ടു, നമുക്ക് പോവാ. വാ ചേച്ചി. മീര നീ പോണ്ട, ഞാൻ പോവാണേ. പോട്ടെ ചേട്ടാ. നീ എന്താ ചിന്നു എന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? ഒന്നുമില്ല. അല്ല എന്താ സംസാരിക്കണം എന്ന് പറഞ്ഞേ? അത് പിന്നെ ചേട്ടൻ ഇരിക്കി. ഞാനിരിക്കാം, നീ പറഞ്ഞോ. അല്ല ഇങ്ങനെ നിക്കണ്ട, ഇരിക്കി. ഇനി പറ. അത് പിന്നെ പറയടോ. താങ്ക് യു. എന്തിനി? അല്ല ചേട്ടനല്ലേ അച്ഛനും അമ്മയ്ക്കും ടിക്കറ്റ് ഒക്കെ റെഡിയാക്കിയേ. ഓ അതിനാണോ? അതൊന്നും വലിയ കാര്യമല്ല, താങ്ക് യുവിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ല നീ എന്താ വിഷുവിന് വരാ പറഞ്ഞിട്ട് വരാഞ്ഞേ? അത് പിന്നെ അച്ഛനും അമ്മയ്ക്കും പോവാൻ പറ്റിയില്ലല്ലോ, അപ്പൊ പിന്നെ ഞാൻ വരുന്നത് എങ്ങനെയാ, അതുകൊണ്ടാ വരാതിരുന്നേ. അല്ല നിങ്ങൾ വിഷു ആഘോഷിച്ചില്ല? ഞങ്ങൾ അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല. പൊതുവെ അച്ഛനും അമ്മയൊന്നും ഇവിടെ ഉണ്ടാവേയില്ല, അപ്പൊ പിന്നെ ഞാനെന്താ ആഘോഷിക്കാനാ? നീ എന്തിനിങ്ങനെ നിന്ന് പറയുന്നേ? അവിടെ ഇരുന്നോ. ആ ഇരിക്കാം. അപ്പൊ നിങ്ങൾ ഇതുവരെ വിഷു ആഘോഷിച്ചിട്ടില്ല? ആഘോഷിച്ചിട്ടുണ്ട് പണ്ട്, ഞാൻ ചെറുതാവുമ്പോഴൊക്കെ. പിന്നെ വലുതായതിനു ശേഷം ആഘോഷിക്കാറൊന്നുമില്ല. അപ്പൊ ഇന്നെന്തായിരുന്നു പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോയാലോ? പുറത്തു പോവാനോ? എങ്ങോട്ടാ? വെറുതെ ഒന്ന് കറങ്ങിട്ട് വരാം. എന്തായാലും ഇയാള് വിഷു ഒന്നും ആഘോഷിച്ചില്ലല്ലോ, അപ്പൊ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. നീ വരില്ലേ? ആ വരാം. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? അല്ലേ വേണ്ട, പിന്നെ പറയാം. നീ പോയി റെഡിയാവൂ. ആ ഓക്കെ. ഒന്നുമില്ല, വെറുതെ അടിച്ചു പൊളിക്കാൻ. ആ പോയിക്കോ. ആ നീ പോയിക്കോ, ചിന്നുവിനെ ഞാൻ പോടാം. ആ അതങ്ങനെയാ, അവള് കുറച്ച് കഴിഞ്ഞ് വരും. നീ വരുന്നില്ലേ ചിന്നു? എടി ഞാൻ വരാം. ഓ അങ്ങനെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ അങ്ങനെ തന്നെ, നീ പോവാൻ നോക്ക്. ഞാൻ പോയിക്കോളാവേ. വാടാ മോട്ടു. വാ ചിന്നു, നമുക്ക് അങ്ങോട്ടിരിക്കാം. ആ ചേട്ടാ. അല്ല ചേട്ടാ, ചേട്ടൻ എന്താ പറയാണ്ടെന്ന് പറഞ്ഞേ? ആ അതൊരു കാര്യാ. എന്ത് കാര്യം? പറയാടോ. നിനക്ക് ചേട്ടനോ അനിയനോ ആരുമില്ലേ? ആ ഒരു ചേട്ടനുണ്ട്. എന്നിട്ട് വീട്ടിൽ വന്നപ്പോ കണ്ടില്ലല്ലോ. ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ പുറത്താ. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞതാ? അല്ല. അപ്പൊ അധികം വയസ്സൊന്നും ഉണ്ടാവില്ലല്ലോ. ചേട്ടനേക്കാളും വയസ്സുണ്ട്. അല്ല അപ്പൊ ചേട്ടൻ നാട്ടിലേക്കൊന്നും വരാറില്ല? ആ വരും, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ലീവ് കിട്ടുമ്പോ. എന്നാ ലാസ്റ്റ് വന്നേ? ഒരു 4 വർഷം മുന്നേ. 4 വർഷം മുന്നെയോ? അതെ.
ചേട്ടൻ അങ്ങനെ എപ്പോഴും നാട്ടിലേക്കൊന്നും വരാറില്ല. എന്തെങ്കിലുമൊക്കെ ലോങ് ലീവ് കിട്ടുമ്പോ വരും. അല്ല, അപ്പോ അച്ഛനും അമ്മയും പോയി കഴിഞ്ഞാൽ ചിന്നു വീട്ടിൽ ഒറ്റയ്ക്കല്ലേ? ആ, ഞാൻ ഒറ്റയ്ക്കാ നിക്കാറ്. പിന്നെ പണ്ട് മുതലേ ഒറ്റയ്ക്ക് നിൽക്കുന്നോണ്ട് ശീലായി. അപ്പൊ ഫുഡൊക്കെ ഞാൻ കുക്ക് ചെയ്യും. ചിന്നുന് കുക്ക് ചെയ്യാനൊക്കെ അറിയോ? ആ, ഞാൻ പണ്ട് മുതലേ ഒറ്റയ്ക്കല്ലേ, അപ്പൊ എനിക്കുള്ള ഫുഡൊക്കെ ഞാൻ തന്നെ കുക്ക് ചെയ്ത് കഴിക്കല. പിന്നെ അമ്മ വരുമ്പോഴാ ഒരു റെസ്റ്റ്. ചേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തി ഉണ്ടല്ലോ, അവൾ അടുക്കളേൻ്റെ ഭാഗത്തേക്ക് പോലും പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മീര കുക്ക് ചെയ്യാറൊന്നുമില്ലേ? എൻ്റെ പൊന്നു മോളെ, അവിടെ നിന്ന് അടുക്കള കയറ്റാൻ പറ്റൂല. അതെന്താ? അങ്ങനെയാണെങ്കിൽ അവൾ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നവൻ പിറ്റേ ദിവസം ബാത്റൂമിൽ നിന്ന് ഇറങ്ങൂല. അത്രയ്ക്ക് മോശമാണോ? അവൾ കുക്ക് ചെയ്യുന്നതിലൊന്നും പ്രശ്നമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ വേറെ ചിലതിലാണ് പ്രശ്നം. എന്താ വേറെ ചിലത്? പറ, ഞാനും കൂടി കേക്കട്ടെ. എന്താണെന്നറിയോ, അവളൊരു ദിവസം അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ കയറി. എന്നിട്ട്? അവളവിടെ ആകെ കണ്ടത് ചിക്കനായിരുന്നു. അപ്പം അവൾ ആ ചിക്കനൊന്ന് കഴുകിയതാ. ചിക്കൻ കഴുകുന്നതിനെന്താ, എല്ലാരും കഴുകൂലേ? എല്ലാരും വെള്ളം മാത്രം ഇട്ടിട്ടല്ലേ കഴുകുള്ളൂ. അവള് സോപ്പിട്ട് വൃത്തിയാക്കിയിട്ടാ കഴുകിയേ. സൂപ്പ് ഇട്ടിട്ടോ? അയ്യേ. അതെ. അല്ല, ചേട്ടൻ കുക്കൊന്നും ചെയ്യില്ല? ഞാൻ അത്യാവശ്യമൊക്കെ. അല്ല, ചിന്നുന്റെ അച്ഛനും അമ്മയും ഏട്ടനൊക്കെ പുറത്തല്ലേ, അപ്പൊ പഠിത്തം കഴിഞ്ഞാൽ ഇനിയിപ്പോ ചിന്നും പുറത്തേക്ക് തന്നെ ആയിരിക്കുമല്ലേ? എനിക്കങ്ങനെ അങ്ങോട്ട് പോകാൻ ഇഷ്ടമൊന്നുമില്ല. പിന്നെ അച്ഛനും അമ്മയും ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഞാൻ പോകുന്നു, കാരണം എനിക്കിവിടെ ഇഷ്ടം. അല്ല, ചേട്ടൻ ബാംഗ്ലൂർ ആയിരുന്നില്ലേ, എന്തു പറ്റി പിന്നെ ഇങ്ങോട്ട് വന്നേ? ഞാനൊരു ലീവിന് വന്നതായിരുന്നു. പിന്നെ ഇവിടെ വിട്ട് പോകാൻ തോന്നുന്നില്ല. അച്ഛനും അമ്മയൊക്കെ ഇവിടെ അല്ലേ ഉള്ളേ, അപ്പൊ പിന്നെ ഞാൻ ഇവിടെ ഒരു ജോലി വാങ്ങി. എനിക്ക് ഇവിടെ തന്നെയാ ഇഷ്ടം. എനിക്കങ്ങനെ പുറത്തു പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ ഒന്നും താല്പര്യമില്ല. അതന്നെ എനിക്കും. പിന്നെ ചിന്നു, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഒരു കാര്യം പറയാണ്ടെന്ന്? ഞാനത് പറഞ്ഞോട്ടെ? ആ ചേട്ടാ, പറ. അതിനിപ്പെന്താ? അല്ല, ചിന്നു വേറൊന്നും വിചാരിക്കരുത്. ഞാനെന്ത് വിചാരിക്കാൻ? ചേട്ടൻ പറഞ്ഞോ? അത് പിന്നെ ചേട്ടാ. ഓ, ഇവള് സമ്മതിക്കൂല. എന്തേ? ആ മോട്ടോനെ അടക്കി നിർത്തിക്കേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൻ എന്ത് ചെയ്ത്? അവൻ വെറുതെ മണ്ണ് വരി എറിയുന്നു ചേട്ടാ. ഞാൻ ഇവിടെ കളിക്കാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ ഞാൻ ഇരിക്കട്ടെ. അല്ല മീരെ, നീ ഇവിടെ ഇരിക്കണ്ട, നീ അങ്ങോട്ട് ചെല്ല്. അവൻ ആ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി പോവും. അവൻ ഇറങ്ങി പോയിക്കോട്ടെ, എനിക്കെന്താ? എനിക്ക് വയ്യ അങ്ങോട്ട് പോവാൻ. ഞാൻ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാ ഇരിക്കും. ചിന്നു, നീ ഇത്രയും അങ്ങോട്ട് നീങ്ങ്. ഇവിടെ ഇരുന്ന മീരെ. അല്ല, ചേട്ടൻ എന്ത് പറയാൻ വന്നിരുന്നില്ലേ? പറ. എന്ത് പറയാൻ? അതൊരു കാര്യം. എന്താന്ന് പറ, ഞാനും കൂടി അറിയട്ടെ. നീ അറിയണ്ട. എനിക്ക് ചെറുതായിട്ട് മനസ്സിലായി. മനസ്സിലായി, നന്നായി. ഇങ്ങനെ പിണങ്ങല്ലേ? ഞാൻ എന്തിനു പിണങ്ങണം? വീട്ടിൽ പോണ്ടേ? വാ, നടക്ക്. പോവാം. നീ പോയി അവനെ വിളിക്ക്. ചേട്ടൻ തന്നെ വിളിച്ചോ, എനിക്ക് വയ്യ. നടക്ക്, പോകുന്ന വഴിക്ക് വിളിക്കാം. വാ.